ഇന്ന് രാവിലെ മുരുകാണിന് ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണേ. ആദ്യം തന്നെ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പും ചീരയും കൂടെ ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. പരിപ്പും ചീരയും, ചുവന്ന ചീര, അങ്ങനെ അത് ഒരു കറി വെച്ച് മുരുകാണിന് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ പുളിഞ്ചിക്ക് അച്ചാർ ആശര വീട്ടിൽ പോയപ്പോൾ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയത് നല്ല ഒരു ഫുഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇച്ചിരി നല്ല കരിച്ച് കഴിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷേ മുരുകാണിന് അത് ഇഷ്ടമില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി. പക്ഷേ മുമ്പൊക്കെ ഞാൻ സവാള ഇടുമായിരുന്നു, ഇപ്പോൾ ഇടത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശയും ചമ്മന്തിയാണ് മുരുകാണിനോട് അങ്ങനെ മുരുകാണിനുള്ള ലഞ്ച് ബോക്സായിട്ട് മുരുകാണൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓഫായിരുന്നു. ഞാൻ അങ്ങനെ തുണിയൊക്കെ നനയ്ക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ തുണി നനച്ചു, കുറച്ച് തുണിയെല്ലാം നനച്ചു, എല്ലാം വിരിച്ചു. പിന്നെ ഇടാകുമ്പോഴത്തേക്കും വെയിൽ കൂടും. അപ്പോൾ പിന്നെ എനിക്ക് തുണി നനയ്ക്കാൻ പറ്റത്തില്ല. അത് പിന്നെ 4 മണിക്കൊക്കെ നനയ്ക്കാൻ പറ്റും. പിന്നെ വിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ രാത്രി. അങ്ങനെ ഞാൻ തുണിയെല്ലാം നനച്ചിട്ട്, പിന്നെ എൻ്റെ ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റും പില്ലോ കവറും അതൊന്ന് നനച്ചിട്ടായിരുന്നു. ഓഫുള്ള ദിവസമേ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് തുണി ഞാൻ മാറ്റി. എനിക്ക് മുരുകാൻ്റെ തുണി മാത്രമല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് തുണിയെ കാണത്തുള്ളൂ. അങ്ങനെ എല്ലാം നനച്ച് എല്ലാം എടുത്തുകൊണ്ട് താഴെ പോവുകയാണ്. താഴെ പോയിട്ട് നേരെ എനിക്ക് പിന്നെ കുറച്ച് തുണി ഇടുന്നു, അത് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഇന്നൊരു കോലമായിട്ട് കിടക്കുന്നത്, അതെല്ലാം വൃത്തിയാക്കണം. ഇന്ന് ഫ്രിഡ്ജൊക്കെ ഇന്നൊന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. അത് ആദ്യം തന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ബോക്സ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. 25,000-ൻ്റെ ബോക്സാണ് കേട്ടോ. എൻ്റെ റേറ്റ് വന്നിട്ട് 110 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ പൈസ ഇട്ടിട്ട് 25,000 രൂപ വരെ ആക്കാം. അപ്പോൾ എല്ലാവരും വാങ്ങണം കേട്ടോ മീഷോയിൽ. പിന്നെ കൃഷ്ണൻ്റെ മുഖത്ത് മൈപ്പീലി ഇടകയായിരുന്നു, അത് മാറ്റി. എൻ്റെ കൃഷ്ണൻ്റെ എൻ്റെ ഗണപതി കുട്ടിയുടെ അടുത്താണ് ഞാൻ എൻ്റെ ബോക്സ് വെച്ചിരിക്കുന്നത്. റേഷനരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന് തട്ടി വയ്ക്കണം. അതിന് മുന്നായിട്ട് എനിക്ക് വിശക്കുന്നു. അങ്ങനെ 2 ദോശ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി, ദോശ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന എണ്ണയാണേ. നല്ല മുടി വളരും, താരനൊക്കെ പോകും, നല്ല എണ്ണയാണ്. വേണമെന്നവർ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. നെയ്യ് ദോശ ഉണ്ടാക്കാമെന്നുണ്ട്. ഒരു ദോശ മതി എനിക്ക്. ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മുരുകാൻ ഉണ്ടാക്കി എൻ്റെ മിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നെയ്യ് ദോശ ഉണ്ടാക്കി കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ നെയ്യ് ദോശ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചമ്മന്തി പൊടി ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കഴിച്ചു.